ഇന്നത്തെ നൈറ്റ് സർക്യൂട്ട് എങ്ങോട്ടാന്ന് നോക്കിയാലോ. ഈ താഴ്വാരം കണ്ടാൽ ചിലവർക്ക് മനസ്സിലാവും എങ്ങോട്ടാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ വെളുപ്പിനെയാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾ 2-3 പേരുള്ളതുകൊണ്ട് വൈകുന്നേരം പോയിട്ട് രാത്രി മല കയറാമെന്ന് കരുതി. ഏത് മലയാ? നമ്മുടെ മലയാറ്റൂർ മല. ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങളും പൊരി ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ നോക്കി. നൈറ്റ് ആയതുകൊണ്ട് നല്ല വ്യൂ ആണ്, നമുക്കെല്ലാം കണ്ട് മേടിച്ചൊക്കെ. അപ്പം ഞാനൊന്നും മേടിച്ചില്ല, നേരെ മല കയറാനായിട്ട് ചെന്നു. നൈറ്റ് മരത്തിൻ്റെയൊക്കെ കളർ കണ്ട് പൊളിയായിരുന്നു. ഇനി ഞാൻ എപ്പോൾ വന്നാലും നൈറ്റേ വരത്തുള്ളൂ. നേരെ ഒരു മരച്ചോട്ടിലോട്ട് പോയിട്ട് എനിക്ക് കുത്തി നടക്കാൻ പറ്റുന്ന ഒരു കമ്പൊക്കെ മേടിച്ചു. നമുക്കിപ്പോൾ ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പാറയൊക്കെ ആകുമ്പോഴേ നമുക്ക് കുത്തി നടക്കുമ്പോൾ ഒന്നുകൂടെ ബാലൻസ് കിട്ടും. ഞങ്ങൾ 2-3 പേരെല്ലാം കൊണ്ട് സംസാരിച്ച് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ കയറിയ. താഴെ നിന്ന് ഞാൻ മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മെഴുകുതിരിയൊക്കെ കത്തിച്ച് കയറാമെന്ന് കരുതി. നമുക്ക് ബുക്കും കിട്ടും, ബുക്കൊക്കെ വായിച്ച് നമുക്ക് കയറാൻ പറ്റും. ഞാൻ മെഴുകുതിരി മാത്രമേ മേടിച്ചുള്ളൂ. 14 കുരിശുമൂട് നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കാമല്ലോ. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് കയറി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മമാരൊക്കെ കയറുന്ന കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് എനർജി വന്ന്. ഈ പ്രായത്തിൽ അവർ കണ്ടോ മലയൊക്കെ കയറുന്നുണ്ട്. അപ്പം നമുക്കൊന്നും ഒരു അസുഖമില്ലെന്ന്. ഞാൻ നല്ല പയറ് പോലെ കയറി. ഞാൻ പറഞ്ഞില്ലേ പുസ്തകമൊക്കെ മേടിച്ച് എല്ലാവരും കുരിശുമൂട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ നിന്ന്. ഇവരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ മെഴുകുതിരി കത്തിച്ച് കുരിശെ തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ നേരെ മല കയറി. നേരെ ഈ പ്രാവശ്യം മുകളിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് നല്ല തലകറക്കമായിരുന്നു. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച, വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കഴിച്ചിട്ടൊക്കെ കയറണമായിരുന്നു. ഏതായാലും എൻ്റെ കയ്യിലൊരു മുട്ടായി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നേരെ ചെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ റീലിൽ കണ്ടായിരുന്നു ഇങ്ങനെ കുരിശ് ഒത്തിരി പേര് തോളിലേറ്റി കയറുന്നത്. ഞാനപ്പോൾ ചെന്ന് തൊട്ട് നോക്കട്ടോ, ഓരോ ടൈപ്പ് മരങ്ങളെ എന്തൊരു വെയിറ്റ് അനങ്ങുന്ന പോലുമില്ല. നമ്മളൊരാളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ കൈ എത്തത്തില്ലല്ലോ, ആ കനത്തിലുള്ള കുരിശ് വരെ ഉണ്ടായിരുന്നു. ദൈവമേ, അവർ നേർച്ചയൊക്കെ എടുത്ത് മേളിൽ ചെല്ലുന്നില്ല. നമുക്ക് മേളിൽ ചെല്ലുമ്പോൾ എന്തോ മനസ്സിന് സമാധാനം. കല്ലും മുള്ളും ഒക്കെ താണ്ടി മേളിൽ ചെന്ന് മുത്തപ്പനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ അയ്യോ മനസ്സിന് കിട്ടുന്നൊരു സമാധാനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മുകളിൽ ചെന്നപ്പോൾ തന്നെ താഴോട്ട് കൊക്കയൊക്കെ, അപ്പോൾ നല്ല കാറ്റും ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. ഇത് പഴയ ആനകുത്തിയ പള്ളി കേട്ടോ. ആനകുത്തിയ പള്ളി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഗ്ലാസ്സൊക്കെ ഇട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ തോമാസ് ലീഗ ചവിട്ടിയ കാൽപ്പാടുണ്ട്. അതും ഇതുപോലെ ഗോപുരം പോലൊക്കെ ആക്കി അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഇരിക്കാം. നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ നക്ഷത്രം കാണത്തില്ല, അതുപോലെ ഭൂമിയിലെ നക്ഷത്രം കാണാൻ നല്ല വ്യൂ ആണ്. പിന്നെ നിങ്ങൾ ലിക്വിഡ് മണി കയ്യിൽ കൊണ്ടുവരണം. ഗൂഗിൾ പേ വർക്കാകത്തിൽ. എനിക്കാണ് വെള്ളം തീർന്നിട്ട് മേടിക്കാൻ പറ്റിയില്ല. ഉള്ള വെള്ളം ഞങ്ങൾ കുടിച്ചു. ഇനി താഴെ ചെന്നിട്ട് വേണം വെള്ളം മേടിക്കാൻ. അങ്ങനെ നേരെ ഞാൻ മല ഇറങ്ങുവാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.